കാരുണ്യസിന്ധോ നമിക്കുന്നു ഞങ്ങൾ. എന്റെ കനവിനി എത്തുമ്പോൾ മായൊന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയതാട്ടാ ചെറിയ ചെറിയ ഒരു ചാറ്റൽ മഴ. നമ്മൾ സാധാരണ സ്കൂളിൽ പോണ ദിവസങ്ങളിലൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോണ ദിവസങ്ങളിൽ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾക്കൊരു മടി തോന്നിക്കുന്ന രീതിക്കുള്ളത്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു മഴ ആട്ടാ ഇന്ന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 അല്ല 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് എല്ലാവരും ഒത്തുകൂടുകയാണ് ഓർമ്മകളുടെ നടവരമ്പിലൂടെ. കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ഇത്തിരി അസൂയയും ഒത്തിരി സ്നേഹമൊക്കെ ആയിട്ട് 2 വർഷങ്ങൾ കടന്നുപോയത് നമ്മൾ അറിഞ്ഞേ ഇല്ലല്ലോ. ഇത് എൻ്റെ ഡയലോഗൊന്നല്ല കേട്ടോ, ഇത് സിബിയുടെ സ്വന്തം ഡയലോഗാണ്. ഇങ്ങനെ ഒരു ഒത്തുകൂടൽ നമ്മൾ ഇന്നോ ഇന്നലെ ആഗ്രഹിച്ചു തുടങ്ങിയതല്ല കേട്ടോ, വർഷങ്ങളായിട്ട്. ഓരോന്നിനും അതിൻ്റെതായ സമയങ്ങളുണ്ടല്ലോ, അതിനുള്ള സമയം നമുക്ക് ഇപ്പോഴാണ് ആയേ. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എല്ലാവരും കൂട്ടിച്ചേർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരും പേരുകൾ, ആരെങ്കിലുമൊക്കെ പേര് വിട്ടുപോയാലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആരുടെയും പേര് പറയണില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനൊരു കൂടിച്ചേരൽ ആഗ്രഹിച്ച എന്നാൽ പ്രവാസികളായി പോയതിൻ്റെ പേരിൽ മാത്രം എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. അവരിവിടെ ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് അവരിവിടെ ഉണ്ട്. പിന്നെ നാട്ടിലായിട്ടും എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് പേരും കൂടി ഉണ്ട്. അല്ലാണ്ട് ബാക്കി ഒരുവിധം എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അധ്യാപകരെ സുധീർ സാറ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 20 വർഷത്തിന് ശേഷം ഓർമ്മകളുടെ നടവരമ്പിലൂടെ ഓടിയെത്തിയിരിക്കുകയാണ് എല്ലാവരും. കുറച്ചുപേർക്ക് പല കാരണങ്ങളാൽ വരാൻ സാധിച്ചിട്ടില്ല. എന്നാലും കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യസിന്ധോ നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ കരളിന്റെ കൈക്കുമ്പിളി ചൊരിയുകനാഥ നിൻ സ്നേഹധാര. കാരുണ്യസിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യസിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കോളേജ് ലൈഫിൻ്റെതായിട്ടുള്ള യാതൊരു കുരുമുകളോ അല്ലെ ആ ഒരു നമുക്ക് ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ലോകം. സൗഹൃദത്തിന്റെ ഏറ്റവും വലിയൊരു ലോകം ഈ ക്ലാസ്സും ഈ അന്നുണ്ടായ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള കൂട്ടുകാരെ ഒരുമിച്ച് നിർത്തണം, അവരായിട്ട് സൗഹൃദം കണ്ടുപിടിച്ച്
ഞാൻ ഡ്രസ് കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ പലരെയും നേരിട്ട് അറിയിക്കട്ടെ നമുക്ക് കൂടാറുള്ളത് അങ്ങനെയാണ് നമ്മള് ലോകത്തിന്റെ ഞാന് ഇതിന്റെ പ്ലാനിങ് കുറച്ച് കാര്യങ്ങൾ വന്നു പോകണം ഞാൻ കൂട്ടായ്മ ഇങ്ങനെ നടക്കില്ല അങ്ങനെ അത് വീണ്ടും അത് അവസാനിച്ചു ഈ അടുത്ത കാലത്ത് കൂടി ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു അതിന്റെ തീവ്രമായിട്ടുള്ള അത് സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുള്ള മാഷന്മാരുടെ എല്ലാവർക്കും ഈ അവസാനമായിട്ടുള്ള ടീച്ചർമാരായിട്ട് അവരും കൂടി പഠിക്കുന്നത് സ്കൂളായിട്ടുള്ള അവസാനം അതുകൊണ്ട് അവർ പോകുന്നതിന് മുമ്പ് തന്നെ കൂട്ടായ്മ നടത്തണം എന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരാള് വന്ന് പറയണ്ടേ എല്ലാവരും വർത്തമാനം നിർത്തി അത് നിർത്തിക്കാനുള്ള ഒരു മനസ്സിലേക്ക് ഞാനിലേക്ക് വർത്തമാനം പറയാൻ അവസരത്തിൽ നമ്മുടെ വിശേഷങ്ങൾ കട്ടേക്കോ കേട്ടോ. കഴിഞ്ഞില്ലേ
പരിചയമുള്ളവര്. അപ്പൊ ഏതെങ്കിലുമൊക്കെ കേരളത്തിൽ എന്നെ ക്ഷണിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളും ആ ഒത്തുചേരലുകളിൽ പരസ്പരം പങ്കുവയ്ക്കുന്ന വൈകാരികമായ നിമിഷങ്ങൾക്കൊക്കെ എല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു എൻ്റെ 23 വർഷങ്ങളായിട്ട്. അതിൻ്റെ ഒരു പരിസമാപ്തി ആണ് ഈ വർഷം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒത്തുചേരല് സന്തോഷത്തോടൊപ്പം തന്നെ എവിടെയൊക്കെ കുറച്ച് ഇങ്ങനെകൾ കൂടിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ബാച്ചിനെ ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെപ്പോഴും പറയാനുള്ളത് പോലെ ഹയർ സെക്കൻഡറിയിലോട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ബാച്ചാണ്. പിന്നെ ഈ ഒരു കാലഘട്ടം മാറിയപ്പോൾ ഒരു ശിഷ്യബന്ധങ്ങളിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാ പ്ലാറ്റ്ഫോമിലും പറയാറുണ്ട്. അത് അധ്യാപകരുടെ കുറവോ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല. മാറിയ കാലഘട്ടത്തിന്റെ ഒരു ആ മാറ്റം തന്നെ ഞാൻ അതിനെപ്പോഴും പറയാറുള്ളൂ. ഈ ക്ലാസ്സിനെ എനിക്ക് ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ യോഗത്തിലൂടെ പറഞ്ഞൊരു കാര്യം ഞാൻ പങ്കുവയ്ക്കണം. ഇംഗ്ലീഷ് വന്നെ കല്യാണത്തിന് ക്ഷണിച്ച കാര്യം ഞാൻ മറ്റുള്ളവരോട് കൂടെ പറയുന്നത്. ഒരുപാട് കുട്ടികൾ കല്യാണത്തിന് ക്ഷണിക്കാറുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് കല്യാണം ക്ഷണിക്കാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കല്യാണത്തിന് ക്ഷണിക്കാൻ മാത്രമല്ല വന്നത്, എനിക്ക് താലി എടുത്ത് തരാൻ ടീച്ചർ ഉണ്ടാവണം. ഞാൻ പെട്ടെന്ന് കിട്ടി. കാരണം നമ്മളത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ കൂടുതൽ ഞാൻ എപ്പോഴും പറഞ്ഞ പൂജാരിമാർ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ വിപ്ലവം, വല്ലാത്ത വിപ്ലവകാരികളൊക്കെ വലിയ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. രക്തമാനം അണിയിക്കുക എന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറം ഒരു സാധാരണ ടീച്ചറായ എന്നെ വന്നൊരു കാര്യത്തിൽ ക്ഷണിച്ചപ്പോൾ ഞാൻ അത് വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പം അത് വേണം, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ആ കാർന്ന് പോവുകയൊക്കെ ചെയ്തു. അതിങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സംഭവം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ സംഭവം ഓർത്തെടുക്കാറുണ്ട്. അതോടൊപ്പം പിന്നെ ഗൾഫിൽ പോകാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ അജിത്ത് ഇപ്പോഴും ഗൾഫിലാണെന്ന് തോന്നുന്നു. അജിത്ത് അവിടെ വന്ന് ഇഷ്ടംപോലെ വളരെ കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരാളാണ് അജിത്ത്. വരും വളരെ എനിക്ക് മിക്കാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സനലും ഷിബിൻ പിന്നെ വിപിൻ ഒക്കെ എപ്പോഴും പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ബന്ധം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സൗമ്യ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അതോടൊപ്പം ചിലതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നിരന്തരം വിളിക്കണം കാണണം എന്നുള്ളതൊന്നും നിർബന്ധമല്ല. പക്ഷെ ഹൃദയത്തിൽ അതിങ്ങനെ നിൽക്കും. ഇപ്പൊ എനിക്കും സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. കുറേ പേരായിട്ടൊക്കെ ചിലപ്പം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ വിളിക്കുന്നത്. അതിനർത്ഥം ഞാനും അവരും തമ്മിൽ അകൽച്ചയുണ്ടെന്നോ സ്നേഹക്കുറവുണ്ടെന്നല്ല. അതിങ്ങനെ ഹൃദയത്തിൽ പതിഞ്ഞ മുഖമാണ്. ഹൃദയത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ ചില കാരണങ്ങളാൽ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ടാവില്ല. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, വാക്കുകൾക്ക് അതീതമായിട്ട് നമ്മളിങ്ങനെ അത് ഒരുപാട് സുഖമുള്ള ഓർമ്മകളായിട്ടൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവില്ല, കാണുന്നുണ്ടാവില്ല. ഇല്ലാതെ വിളിക്കുന്ന കുറേ പേര്, കുറച്ച് പേരുടെ വീട്ടിലിടയ്ക്ക് വരാറും വിളിക്കാറും വാട്സാപ്പ്. അതുകൊണ്ട് തന്നെ ഞാനും അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ പോകണം ജീവിതം. എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ നടവരമ്പ് സ്കൂളിൻ്റെ യാത്രയോടൊപ്പം തന്നെയാണ്. 23 വർഷം ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ സ്കൂളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കെട്ടിടം മുഴുവനോടെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഭൗതികമായ വ്യത്യാസത്തോടൊപ്പം തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ കുറേയൊക്കെ നിങ്ങൾ പത്രങ്ങളിലൂടെ മറ്റൊക്കെ അറിയുന്നുണ്ടാവും. ഒരുപാട് പഴയ അധ്യാപകരെല്ലാവർക്കും പുതിയൊരു പുതിയ തലമുറ ഇടം പിടിക്കുന്ന അങ്ങനെ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ. എന്തായാലും പുരോഗതിയിലേക്കായിരുന്നു. വികസനം സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ വിദ്യാലയത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിൽ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെ സാറ് ആദ്യം നമ്മൾ വരുന്നു പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്നു. ഞങ്ങളൊക്കെ അന്നത്തെ സൗഹൃദത്തെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് റൂമിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുള്ളൂ. സാറും സാറും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറി ടീച്ചർ പോയി. കലാവൃത്തി വന്നു. സാറോ മറ്റോ വന്നിട്ട് ഇവിടെ പോകുന്ന ഒരു ദിവസമുണ്ട്. സാറിങ്ങനെ പോകുന്നത് വീട്ടിൽ നിന്ന് ഞാൻ കരയുന്ന ഒരു ദിവസമുണ്ട്. എനിക്കപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. സാറിന് ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം
ടീച്ചറെ ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ എനിക്കറിയില്ല. അതേപോലെ മേഡത്തിനിടയ്ക്ക് കാണുന്നു, അതുകൊണ്ടൊക്കെ അവർക്കും അങ്ങനെ നല്ലതെന്ന് തോന്നുന്നു. ഇനി കുറെ നിങ്ങളുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. എനിക്കെങ്കിൽ സ്കൂളും അധ്യാപനവും അല്ലാതെ വേറെ വിശേഷങ്ങൾ പറയാനൊന്നുമില്ല. എങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടി. ഏറെക്കുറെ ഞാൻ അതൊക്കെ ഉപയോഗപ്പെടുത്തി. എന്തായാലും ഈ മാർച്ച് 24 അതുപോലെ തന്നെ ഒരുപാട് പേര് വരുമ്പോൾ ഒരു പരിധിയുള്ള മുഖം എന്നുള്ള നിലയ്ക്ക് അവർക്കൊരു എപ്പോഴും എളുപ്പമുണ്ടായിരുന്നു അവർ പറയാറുണ്ട്. അതൊരു സത്യമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റേഷൻ അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതായാലും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ്. അപ്പോൾ ചിലതൊക്കെ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ചിലതിൽ ചെറിയ റിസ്ക്, വലുതല്ല ഞാൻ പറയുന്നത്. അതൊക്കെയാണെങ്കിലും അതൊന്ന് നോക്കി കണ്ണടച്ചും ചെയ്യാൻ കഴിയുമ്പോഴതൊക്കെ ഞാൻ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഒരാളുടെ രജിസ്ട്രേഷൻ വരുമ്പോൾ എനിക്ക് നിങ്ങളെ അധികം പരിചയമില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വിടാം, ഫോട്ടോ അറ്റസ്റ്റേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മിക്കവാറും ആരുടെ വാർഡ് മെമ്പറിൻ്റെ ആരാണെന്ന് ചോദിക്കും, ആരുടെ ഫോൺ നമ്പർ ചോദിക്കും, അവരെ വിളിച്ച് ചോദിക്കും, അറിയാമോ ഞാൻ അറ്റസ്റ്റ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു 99% അപൂർവം വന്നവരുടെ കേസുകൾ മാത്രമേ ഞാൻ അല്ലാതെ ചെയ്യാൻ കഴിയാത്തവരുള്ളൂ. അപ്പോൾ ഓൾഡ് സ്റ്റുഡൻസ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. ആ ഒരു പച്ചമശി, ആ ഒരു എന്താ പറയുക, അതിനുള്ളൊരു സാഹചര്യം ഗവൺമെൻറ് ഇതിൽ നമുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അത് പരമാവധി 90% അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലും കുറേ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. ഔപചാരികമായ യാത്ര ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഇനി മാർച്ച് 31 ദിവസങ്ങളും അതുപോലെ തന്നെ ക്ലാസ് റൂം പരീക്ഷ ഇനി വേറെ വലിയൊരു പരിപാടി സ്കൂളിൽ നടക്കാനുണ്ട്. അത് ഇവരെല്ലാവരും സംസാരിച്ചതിന് ശേഷം പറയും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഓർമ്മകളുടെ നടവരമ്പ് ടീച്ചറുടെ വീട്ടിലിരിക്കട്ടെ. അപ്പൊ ഇത് നടവല്ല, ടീച്ചർക്ക് എപ്പോഴും തന്നെ ഓർമ്മയെന്ന് അറിയാൻ വേണ്ടി ജീവിതത്തിൽ മറക്കാത്ത ഒരു ബാച്ചാണ് നിങ്ങളേത്. സനലൊക്കെ വരും, കൂട്ടുകാരെ വരും, സനൽ കൂട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും കാണാനാണ്. അപ്പോൾ നിങ്ങൾ നൽകിയ ഈ ഓർമ്മകളുടെ നടവരവിലൂടെ എല്ലാ ശക്തികളും തന്നെയാണ് നല്ലൊരു ധന്യമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പാട്ട് പാടാൻ ഇപ്പോഴത്തെ അവസരം. ചെയ്യുന്നുണ്ട്. അത് അതിനൊട്ടും ഉയർച്ചയില്ല, താഴ്ചയില്ല, നാണക്കേടുമില്ല. നമ്മുടെ ഈ 3 വർഷം എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പൊ ആളുടെ അച്ഛനും അമ്മയ്ക്കും വയസ്സായി. അപ്പൊ നമ്മുടെ സഹായം ആവശ്യമെന്ന് പറഞ്ഞപ്പോ ഞാനും മക്കളും കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ നാട്ടില് സെറ്റിൽഡായി. എനിക്ക് ദുബായിൽ ചെറിയൊരു ഡേ കെയർ യൂണിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നടത്തി അടിച്ചുപൊളിച്ച് പോകായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അത്യാവശ്യമുള്ളതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഇവിടെ മക്കളെ ഡോൺ ബോസ്കോയിൽ ചേർത്തിരിക്കാനുള്ള മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നല്ലൊരു ഗ്രൂപ്പായിരുന്നു. ജയൻ സാറ്, സുധീർ സാറ്, അല്ലേ, കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറ് ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ ടീച്ചർ DHS-ലായിരുന്നു. ഞാൻ 2004 പോകുമ്പോഴാണ് ടീച്ചർ ഇവിടെ കയറുന്നത് തോന്നുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളുടെ മുഖം പോലും ഓർമ്മയില്ല. കാരണം പിന്നെ ഭാഗത്തേക്ക് വന്നിട്ടില്ല, അതാണ്. പക്ഷെ ഇവിടെ നിങ്ങളെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുവിധം കുറച്ച് ഫെമിലിയാരിറ്റി തോന്നി. ഈ കുട്ടിയുടെ സ്കൂളിൽ വന്നപ്പോഴേ എൻ്റെ അടുത്ത് മറ്റുള്ള ടീച്ചേഴ്സ് പറഞ്ഞു, ടീച്ചറെ കാണാൻ 2 പാരൻസ് വന്നത്. അപ്പോൾ യങ് പാരൻസ് ആണെന്ന് പറഞ്ഞു. യങ് പാരൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യങ് പാരൻസ്
എല്ലാവരും പറയും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷെ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അല്ല, വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ പഠിക്കുന്ന കാലത്ത് എന്താ പറയാ, എല്ലാവരോടും പറയില്ലേ, നമുക്ക് എല്ലാവരും കാണുന്നു. ഇങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാവരും കുറിച്ച് കാണുന്നത് അതിന് വളരെ വളരെ സന്തോഷം. പിന്നെ എന്താ പറയാ, സുധീർ സാറിന് ഇടയ്ക്ക് കാണാത്തായിരുന്നു. പിന്നെ അതിനുള്ള കോഴ്സുകൾ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ കണക്കുണ്ടായിട്ടില്ല. എന്താ പറയാ, ഇന്നലെ ഉറപ്പുവെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് സത്യമാണ്. കാരണം ഓർമ്മകളുടെ വലിയൊരു തിരയിളക്കം ആ ഫോൺ വന്നു കഴിയുമ്പോൾ കുറെ ഓർമ്മകൾ ആണ്. പ്രത്യേകിച്ചും 2003 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിധിയിൽ തന്നെ കോറിയിട്ട ഒരു പ്രധാന വർഷമാണ് എന്ന് പറയാൻ കാരണം ഹയർ സെക്കൻഡറിയിൽ ആദ്യമായിട്ട് ജോലി കിട്ടി ഈ വിദ്യാലയത്തിൽ ജോയിൻ ചെയ്ത കൊല്ലമാണ് 2003 എന്ന് പറയുന്നത്. എൻ്റെ വിധി മാറ്റി എഴുതിയ എന്ന് പറയാൻ കാരണം അത്രയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു കൊല്ലത്തിന്റെ ആരംഭമായിരുന്നു 2003 എന്ന് പറയുന്നത്. ഞാൻ കോളേജിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടുന്ന് പ്രീ ഡിഗ്രി വേർപെടുത്തിയപ്പോൾ ഉണ്ടായ ഒരു സ്ഥാനചലനം, പിന്നെ ഹൈസ്കൂളിലോട്ട് PSC വഴി മാറിപ്പോയി. അവിടെ നിന്നും ഉത്തരവ് വന്നു ഹയർ സെക്കൻഡറിയിലേക്ക് നടവൻ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തരവ് കിട്ടി. അപ്പൊ വരുമ്പോഴും വലിയ ആശങ്കകൾ മനസ്സിലുണ്ട്. നടവരൊക്കെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു ആദ്യം ഒരു 10-15 മിനിറ്റ് നേരം. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഞങ്ങൾക്കേറെ കൗതുകം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്ലാസ് മുറിയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഉപദേശം ഒക്കെ തന്നിട്ടുണ്ടാവും എല്ലാ ടീച്ചേഴ്സും. അതിൽ നിന്ന് തിരിച്ചറിവുള്ള കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ്രൂ സാർ പറഞ്ഞു 2003 സാറിവിടെ ജോയിൻ ചെയ്യുന്നത്. ഹൈസ്കൂളിൽ നിന്നാണ് സാറ് 2003 ഇവിടെ വന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് ജോയിൻ ചെയ്തത്. ഞാൻ UPSC ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. 1ാം ക്ലാസ്സിൽ നിന്ന് 11ാം ക്ലാസ്സിലേക്ക് മാഷോടൊപ്പം തന്നെ 2003 ഇവിടെ പ്രൊമോഷൻ കിട്ടി. സാറ് പറഞ്ഞു സാറിന് ഒന്നും അറിയാത്തൊരു കുട്ടിയെ പോലെയാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാം അറിയുന്ന ഒരാളായിട്ടാണ്. വളരെ സഹൃദയനായ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നല്ലൊരു പ്രിൻസിപ്പാളെ എനിക്ക് സന്തോഷത്തിലാണ് ഞങ്ങളുടെ അങ്ങനെ സാറിനോട് കൂടി വർക്ക് ചെയ്യുന്നത്. 2005 ഞാൻ ഇവിടുന്ന് പോയി സംഘത്തോടുകൂടി. ഒപ്പം ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ടാണ് ഇവിടെ 2003 വന്ന് ജോയിൻ ചെയ്തത്. സീനിയർ ആയിട്ട് 2005 ഓഗസ്റ്റിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഇതുപോലെ തൊട്ടടുത്തായിരുന്നില്ല, 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു സ്കൂളിലായിരുന്നു. വാടാനപ്പിടിയിലേക്കാണ് ഞാൻ ട്രാൻസ്ഫറായി പ്രൊമോഷനായി പോയത്. സാറ് പറഞ്ഞ പോലെ ഞാനും ഒരു വൈതരണിയിൽ പെട്ട പോലെയാണ്. അവിടെയും ആരില്ല. 2004 തുടങ്ങിയ സ്കൂളാണ്. 2005 ആദ്യത്തെ പരീക്ഷ വരുന്നു. അവിടെ ഇതുപോലെ ഹൈസ്കൂളിലെ ടീച്ചർ തന്നെയാണ് ചാർജായിട്ട് പ്രിൻസിപ്പാളിന്റെ ചാർജ് കൂടി വഹിച്ചിരുന്നത് HM തന്നെയാണ്. അപ്പോ സാറിന് വന്ന അതേ ബാധ്യത എനിക്ക് തുടങ്ങി. 2005 പ്രിൻസിപ്പാളിന്റെ പ്രൊമോഷൻ കിട്ടിയിട്ട് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ പ്രിൻസിപ്പാളിന്റെ ചാർജ് എടുക്കേണ്ടി വന്നു. അവിടെ പരീക്ഷ നടത്തേണ്ട കുട്ടി തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. 2005 അവിടെ നിന്ന് രക്ഷപ്പെട്ട് 2006 വീടിന് കുറച്ചും കൂടി അടുത്തുള്ള ശാന്തിപുരത്ത് എത്തി. അവിടെ തീർന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സാറിനെ വീണ്ടും വിളിക്കേണ്ടി വന്നു. സാറിന്റെ ഉപദേശം സ്വീകരിച്ച് അവിടെ തുടക്കം മുതൽ തന്നെ പ്രിൻസിപ്പാളിന്റെ ചാർജ് വഹിക്കേണ്ടി വന്നു. 2010 മാർച്ച് വരെ, 2006 സെപ്റ്റംബർ 1 മുതൽ 2010 മാർച്ച് വരെ പ്രിൻസിപ്പാളിന്റെ അധിക ചാർജ് വഹിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നീങ്ങി. 2010 മാർച്ചിലാണ് അവിടെ പ്രിൻസിപ്പാൾ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതുവരെ ഞാനും സാറിന്റെ അതേ പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് നിങ്ങളോട് പറയാണ്.
2010 പ്രിൻസിപ്പാളൊക്കെ വന്ന് നല്ല സുഖമായിട്ട് 2016 വരെ അവിടെ ഒരു ടീച്ചർ മാത്രമായിട്ട് കുറേ കാലം അവിടെ തന്നെ വർക്ക് ചെയ്തു. 2016 ഞങ്ങളുടെ ട്രാൻസ്ഫർ ഒക്കെ വന്നപ്പോൾ 2016 മലപ്പുറത്തേക്ക് പോകേണ്ടി വന്നു. 2016 മലപ്പുറത്തേക്ക് പോകേണ്ടി വന്നെങ്കിലും എൻ്റെ ഭാഗ്യം കൊണ്ട് വേഗം തന്നെ ഒരു അനോമലി തീർപ്പ് കൽപ്പിച്ചപ്പോൾ എനിക്ക് 2 മാസം മലപ്പുറത്ത് നിൽക്കേണ്ടി വന്നുള്ളൂ. വീണ്ടും 2016 ജൂലൈ ആയപ്പോൾ 2016 ജൂണിലാണ് പോയത്. 2016 ജൂലൈ അവസാനമായപ്പോൾ വീണ്ടും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് തന്നെ വരാൻ പറ്റി. തളിക്കുളത്ത് 7 വർഷമാണ് ജോലി ചെയ്തിട്ട് വീണ്ടും കാലാവസാനിക്കാറായപ്പോൾ റിട്ടയറായപ്പോൾ തുടങ്ങിയെടുത്ത് വന്ന് വൃത്തം പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് ഹയർ സെക്കൻഡറി സർവീസ് തുടങ്ങി ഇവിടെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു നിയോഗമായി മാറി. ഞാൻ ഹയർ സെക്കൻഡറിക്ക് തുടക്കം മുതൽ വരച്ച രേഖ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ട്രാൻസ്ഫറൊക്കെ ആയി പോയി വീണ്ടും ഇവിടെ വന്ന് എൻ്റെ സേവനം അവസാനിപ്പിക്കുകയാണ്. ഏപ്രിൽ 30 സർവീസ് തീരുകയാണ്. ഏറ്റവും അധികം സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കിവിടെ വരാൻ പറ്റി, നിങ്ങളെയൊക്കെ കാണാൻ പറ്റി. റിട്ടയർമെന്റിന്റെ സമയത്തൊരു റീയൂണിയനിലൂടെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിനുള്ള സന്തോഷം നിങ്ങളോട് മറച്ചു വയ്ക്കാതെ പറയുകയാണ്. എല്ലാ റീയൂണിയനുകളുണ്ടാവും, അതൊക്കെ കേൾക്കുമ്പോഴേക്കും ഓടിപ്പോകും. പഴയ സുഹൃത്തുക്കളെ ടീച്ചറെ പോലെ, സൗമ്യ ടീച്ചറെ പോലെ, ജയമാഷെ പോലെ, ആനന്ദ് സാറിനെ പോലെ, എൻ്റെ പ്രിയ സുഹൃത്ത് ഷക്കീല ടീച്ചറെ പോലെ ഒക്കെയുള്ള അധ്യാപകരെ കാണാം. നിങ്ങൾ ഓരോരുത്തരെയും കാണാം. ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് സന്തോഷിച്ച് നിങ്ങളൊക്കെ ഒരു സ്ഥലത്ത് എത്തിയതിനുള്ള ആനന്ദമൊക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് പോകാവുന്ന ഒരു വേളയാണ് ഈ യൂണിയൻ എന്നുള്ളത്. വളരെ ആനന്ദപ്രദമായ സംഭവമാണ്, അവിസ്മരണീയമായ സംഭവങ്ങളാണ്. എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു റീയൂണിയനിടെ സംഘടിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു. അതെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇന്ന് നേരെ എഴുന്നേറ്റിട്ടാണ് എനിക്ക് പോകണം എന്നൊരു തോന്നിയത്. സാറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പം വർക്ക് ചെയ്ത ടീച്ചേഴ്സിനെ കണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ ശ്രീജിത്ത് ആള് പറഞ്ഞു 20 വർഷങ്ങൾക്ക് ശേഷം ആള് പറയുന്നു ലൈഫ് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. അത് കേട്ടപ്പോൾ എനിക്ക് ചെയ്യുന്നു. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. പിന്നെ ആൻഡോമാഷിന്റെ സ്പീച്ചിൽ ആൻഡോമാഷ് പറഞ്ഞു വഴി തെറ്റിപ്പോയ കുട്ടി പോലും 4 വയസ്സായ കുട്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. 2003 സാറ് എല്ലാം അറിയുന്ന പക്വതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അന്നും ഇന്നും സാറിനെ തോന്നിയിട്ടുള്ളത്. എല്ലാത്തിലും ഉപരി നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് ഇന്ന് തോന്നാനുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഉമ്മ ടീച്ചർ ഒരുപാട് പക്വതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജയന്തി ടീച്ചറെ എനിക്ക് മുന്നിൽ ഒരു ചെറിയ പേടിയായിരുന്നു. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്റെ മനസ്സിൽ ചെറുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വലിയ ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കില്ല, ചെറിയ ചോക്ലേറ്റ് ദൈവം തന്നത് നല്ലതിനായി
കൊണ്ടുവരാനും പറ്റി. ഇത്രയധികം ആൾക്കാരെ കൂടി പങ്കെടുക്കുന്ന ആദ്യം നമ്മളോട് പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് കണ്ടക്ട് ചെയ്ത സമയത്ത്. പക്ഷേ ആ ദിവസം അടുക്കുന്നവരെല്ലാവർക്കും വരാനുള്ള ഇഷ്ടം കൂടി വന്നു. അങ്ങനെ ഒരുവിധം എല്ലാവരും നമുക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ ദേശത്തുള്ളവർക്ക് അവർ മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും അവർക്ക് ആഗ്രഹം ഉണ്ടാകുന്നത് പങ്കെടുക്കണം. പക്ഷേ എന്നവർക്ക് സാഹചര്യം പറ്റില്ല. അപ്പോൾ ഇത്രയും എല്ലാവർക്കും നന്ദി. പിടിക്കാറുള്ളത് കമന്റ്
സിബിയോട് പറഞ്ഞോളൂ, സിബി കേട്ടായിരുന്നോ? സിബി ഒന്ന് പൂണിട്ടേക്കല്ലേ കിട്ടിയുണ്ട് ഒരാളും കൂടി നല്ലോണം കൂടി ഉണ്ടായിരുന്നല്ലേ? വിദേശത്താണെങ്കിൽ പോലും എന്റെ പേര് എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു പേര് മാത്രമേ വിദേശം ജയന്ന പേരിലാണ് അറിയപ്പെടാം. എന്റെ പേര് ജയന്ന, സ്കൂളിൽ മാത്രം വിദേശം പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ചെയ്യുന്ന ഒരു ലിങ്ക് എന്ന് പറഞ്ഞ സമയം വിദ്യാഭ്യാസം. ഈ പറഞ്ഞ പോലെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിൽ പഠിച്ച മാതാപിതാ ഗുരു അവിടെ എത്തിക്കണേ ദൈവത്തിലേക്ക് എത്തിയിട്ടില്ല. അതാണ് എന്റെ വിദ്യാഭ്യാസമായി എന്നോട് പറയുന്നത്. എല്ലാവരും പെട്ടെന്ന് അങ്ങനെ കുറച്ചുപേരെങ്കിലും തിരക്കൊക്കെ ഇട്ട് പോകുമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് കമന്റ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഞാനും മാംഗോ സാറും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു അതേക്കുറിച്ച്. ഇവിടെ വന്ന് നിന്ന് സംസാരിച്ച എല്ലാ കുട്ടികളും തന്നെ വളരെ പക്വതയോടുകൂടി എല്ലാ കാര്യങ്ങളും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളും ഭംഗിയായിട്ട് ഒഴുക്കോടുകൂടി തപ്പും തടവൊന്നും ഇല്ലാതെ നന്നായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഞാൻ അതിനെ കുറ്റം കുറവായിട്ടല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ സാറിനോടൊന്ന് ഷെയർ ചെയ്തു. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും വന്ന് സംസാരിക്കുമ്പോഴും. ഇപ്പോഴത്തെ കുട്ടികൾ വന്ന് ഇതുപോലെ മൈക്കെടുത്ത് നിന്നിട്ട് അവർ വേറെ അവർക്ക് കൺസീവിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കാം, ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ മറ്റു സൈഡൊക്കെ ഓക്കെ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വന്ന് നിന്ന് ഈ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വ്യക്തിപരമായി ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ സാറിനോടൊന്നും കൂടെ എനിക്ക് എപ്പോഴെന്തെങ്കിലും കാര്യം പറയുന്നതിന് മുമ്പ് ഞാനത് കൺഫേം ചെയ്യും. എൻ്റെ ചിന്ത ശരിയാണോന്ന് വളരെ കൃത്യമായിട്ട് എല്ലാവരും തന്നെ അതെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ സമയം നമ്മളെല്ലാവരും ഐ മീൻ ഫോമലായിട്ടും ഇൻഫോമലായിട്ടും ഒക്കെ ഞങ്ങൾ സംസാരിക്കുമല്ലോ എപ്പോഴും. ഇന്നലെയുള്ള വിദ്യാഭ്യാസം ഇന്നത്തെ അങ്ങനെയൊക്കെ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് 20 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു 20 വർഷം കൊണ്ട് നിങ്ങൾ നേടിയ അറിവും അനുഭവവും ഒക്കെ ഇതിൽ വന്നു ചേരുന്നുണ്ട്. എങ്കിൽ പോലും വളരെ നന്നായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ആ സന്തോഷം ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഓക്കെ, താങ്ക് യു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ട വഴിക്കാണ്ടപ്പോൾ തന്നെ എൻ്റെ പേര് വിളിച്ചു. അത് എനിക്ക് മനസ്സിലാക്കി അല്ല, എനിക്കറിയാം ഞാൻ പഠിക്കുന്ന കുട്ടിയ കാര്യങ്ങളൊന്നല്ല, എന്തോ കള്ളത്തിന്റെ പേരിലാണ്. അല്ല, എന്നാലും 20 വർഷം ശേഷം ഇങ്ങനെ പേര് പറഞ്ഞ എന്തോ ഒരു സംഭവം. എന്റെ ചിത്രമായിട്ട് പിന്നെ ഞാൻ ഒരു ഐ.ടിയിലാണ്. അപ്പൊ ഐ.ടിയുടെ സാറ്, ആ സാറിന്റെ പേരും പോൾ സാറിനാണ്. ആ സാറ് എന്നോട് ഐ.ടി കഴിഞ്ഞ് പറഞ്ഞത്, നീ നട്ടപ്പോഴൊരു കേട്ടോ പറിച്ചപ്പോഴൊരു കേട്ടോ. സാധാരണ നമ്മൾ വിത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പലക്കെ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാണ് എന്നെ വിട്ടതാണ്. അപ്പൊ ആ സാറ് മറക്കില്ല. പിന്നെ ഇതേപോലെ പാന്റെ പോൾ സാറിനെയും നീ ഞാൻ മറക്കില്ല. നമ്മൾ ഇത്ര ഇങ്ങനെ പറഞ്ഞപ്പോഴേ പിന്നെന്താ പറയാ. പിന്നെ ഞാൻ ഈ നമ്മുടെ ഈ +2 മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാൻ പറ്റുന്നൊരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും കാര്യം പറയുമ്പോൾ എങ്ങനെയും കൂടി വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇത് നമ്മൾ 2019 2019 ഇത് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കൊറോണയ്ക്ക് കാരണം നടന്നില്ല. പക്ഷെ ആ സമയത്ത് എനിക്കൊരു മേജർ ആക്സിഡന്റ് പറ്റി, മരണത്തിന്റെ ഒക്കെ വരെ എത്തി. എന്തോ ഇപ്പൊ ഈ തിരിച്ചു വന്നത് ഇപ്പൊ എല്ലാവരും ഒത്തുകൂടി കാണാൻ പറ്റുന്നൊരു ഇതിൽ ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ. ഇപ്പോൾ ഈ ജനുവരി 8-ാം തീയതി എൻ്റെ രണ്ടാമത്തെ കുട്ടി ജനിച്ചത്. അപ്പോൾ അത്രയൊക്കെ സന്തോഷമായിട്ട് പോകുന്നു. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ പോൾ സാറിൻ്റെ ആ താങ്ക് യു. സന്തോഷം. പിന്നെ ഞാൻ ഫാമിലിയായിട്ട് കുമ്പിടിയിലാണ് താമസിക്കുന്നത്. 3 കുട്ടികളുണ്ട്. സന്തോഷത്തിൽ പോകണം. ആലുകൾ സാറിനെ കാണാറുണ്ട്. എക്സാം ഉണ്ടായിരുന്നു, എക്സാം ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. എക്സാം കഴിഞ്ഞ് സന്തോഷം. സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടാക്കുക വീടിനോട് ചേർന്ന് എല്ലാവരും കണ്ടതിൽ സന്തോഷം.
കാര്യം. അപ്പൊ അവരും കുറച്ച് ഇതുപോലെ ഹൈപ്പർ പ്രസിഡന്റ് കൊടകര കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവരത് ഇതുപോലെ മിഠായി സ്വീറ്റുകൾ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവര് ഭയങ്കര ഒരു പിരിമുറുക്കം പോലെയാണ്. വേറെ കുഴപ്പമില്ല, പഠിക്കാനൊക്കെ ആളുകൾ കുഴപ്പമില്ല. വേറെ ഇവിടെ ഇപ്പോഴത്തെ സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അടങ്ങിയിരിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ട്.
ഞാൻ വിശാഖപട്ടണത്ത് എന്നോടൊക്കെയാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഒപ്പം നമ്മളിവിടെ പഠിച്ച ടീച്ചേഴ്സുണ്ട്. അപ്പോൾ എൻ്റെ കൈകളൊക്കെ നിസ്സാറായിട്ട് അതിനിടയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് 2019 ഒരു കുട്ടി പിന്നെ ഫാമിലി ആയിട്ട് അവിടെ ഇരുന്നാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പിന്നെ ഇവിടെ കണ്ടതിൽ സന്തോഷമല്ല. ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളാണെന്നുള്ളത് നമ്മളല്ല. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിനെയാണ് നമ്മളത് ഇതാക്കിയത്. ഇതിൽ ഉണ്ടാക്കിയെടുത്തു. നമ്മളെല്ലാവരും കൂടി കൂടെ നിന്നപ്പോൾ നമുക്ക് സാധിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഓരോരുത്തരെ എങ്ങനെ പറ്റിക്കൊണ്ടെന്ന് ഓരോരുത്തരെ എങ്ങനെ കൂടുതലായി എന്നുള്ളതൊക്കെ അവർക്ക് തമ്മിൽ എല്ലാവർക്കും അറിയാം. ഇത് കാലത്തെ വീഡിയോകൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചോദിച്ചത്. അപ്പൊ ഞാൻ അവര് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റാ അവരോട് ആരെങ്കിലും വിളിക്കണം. അപ്പൊ പുറത്തിരിക്കുന്നവര് ഭയങ്കര സഹിക്കുന്ന വീട്ടിൽ പോയിട്ടുണ്ടോ എന്തൊക്കെ പോയാലും ചിലപ്പോഴേക്കും അതൊന്നും ഓർമ്മിച്ചിട്ട് ചെയ്തോളാണ്. അപ്പൊ അവിടെ പുറത്തിരിക്കുന്നവരും ഈ കൂട്ടായ്മ സ്നേഹിക്കുന്നുണ്ട്. അതുണ്ടാവുന്ന ആഗ്രഹം നടക്കണം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാനായിട്ട് നമുക്ക് കഴിഞ്ഞത് വളരെ സന്തോഷം. പിന്നെ ടീച്ചർമാരെല്ലാവരും ക്ഷണിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് വന്നാൽ ഭയങ്കര ക്ലോസാണ്. എല്ലാവരും പോലെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. സാറ് പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കും. ഞങ്ങളൊക്കെ കല്യാണത്തിന് എല്ലാവരോട് പറയും അവരാണ് പറഞ്ഞു അവിടെ വരാൻ സൗമിനികളെ ഞങ്ങളുടെ കണക്കൂടലുകളിൽ ഉണ്ടായില്ല. സൗമിനികൾ ഞാൻ സുധീർ സാറിനെ ക്ഷണിക്കാൻ കോച്ചിൽ ഓടിച്ചിട്ട് പോയപ്പോൾ സുധീർ പോയിരുന്നു. പിന്നെ ഉള്ളത് ആൾ കൊടകര അടുത്താണല്ലോ. സാറിനാണെന്ന് ചെയ്യുന്നത് ഷാഫുള്ളി സംസാരിച്ച് നിൽക്കണ നേരത്താണ് ടീച്ചർ സൈൻ ചെയ്തിട്ട് നോക്കുന്നത്. എന്റെ പറയില്ല ഇത് തന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് ടീച്ചർ പാലക്കാട് പോയി പറഞ്ഞു. വളരെ സന്തോഷം. ടീച്ചർ വീട്ടിൽ പിന്നെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുക. ടീച്ചർ പോകാനും നേരെ പോകും വേണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ പറയണം ഞാൻ ഇപ്പോ നിങ്ങള് ഞാൻ അധികം സംസാരിക്കാറില്ല. അങ്ങനെയല്ല നമുക്ക് ടീച്ചറോട് സംസാരിക്കാൻ പേടി. കാരണം ടീച്ചർ ഇംഗ്ലീഷ് അതിനെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച ഒരാളുണ്ട്. വലിയൊരു ഭാഗം ഇംഗ്ലീഷ് പഠിച്ച് ജയിച്ചിട്ടുള്ളത്. അതിന്റെ ടീച്ചർ എന്ന് പറയണേ ഞാൻ എല്ലാവരും ഞാൻ ഭയങ്കര ടീച്ചർ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ടീച്ചർ സ്കൂളായിട്ട് നമ്മൾ സംസാരിച്ചു. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിനി എത്തുമ്പോഴോ മനിക്കാൻ. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിനി എത്തുമ്പോഴോ മനിക്കാൻ. ഒരു മധുരമായ ഓർമ്മ വയ്ക്കാൻ. ഒരു മധുരമായ ഓർമ്മ വയ്ക്കാൻ. ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിനി എത്തുമ്പോഴോ മനിക്കാൻ. കനലായി നീരിഞ്ഞൊരാ നാളിലെ അറകൾ നാലറകൾ നിനക്കായി തുറന്നു. കനലായി നീരിഞ്ഞൊരാ നാളിലെ അറകൾ നാലറകൾ നിനക്കായി തുറന്നു. നറുപാൽക്കുടം ചുമന്നെത്തുമീ മേഘങ്ങൾ. നറുപാൽക്കുടം ചുമന്നെത്തുമീ മേഘങ്ങൾ. മനമാറുവോളം നിറമാരി പെയ്തു. കറുകത്തടത്തിൽ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാ വയൽ കിളികൾ. കറുകത്തടത്തിൽ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാ വയൽ കിളികൾ. കോളം വകഞ്ഞെത്തുമോടി വെള്ളത്തിനെ. കോളം വകഞ്ഞെത്തുമോടി വെള്ളത്തിനെ കാത്തുന്നവച്ചെന്നു
ഹൃദയമാകാശചരുവിലായി താരകം കൺചിമ്മി നമ്മെ നോക്കുമ്പോൾ ഹൃദയമാകാശചരുവിലായി താരകം കൺചിമ്മി നമ്മെ നോക്കുമ്പോൾ ഒരു മാത്ര കൂടി നീ ഇവിടെ നിന്നാൽ ഒരു മാത്ര കൂടി നീ ഇവിടെ നിന്നാൽ ഞാൻ ജനിമൃതികളറിയാതെ പോകും ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീ എത്തുമ്പോൾ ഒരിക്കൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്കൂളിൽ ഒരു വളരെ ഗംഭീരമായ തോന്നുന്നത് അറേഞ്ച് ചെയ്തു. വാട്ടകരയിൽ നിന്ന് ഹിസ്റ്ററിയുടെ സാറ് വന്നത് അതിൽ പങ്കെടുക്കുക. വാട്ടകരയിൽ കൊല്ലത്ത് നിന്നാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ടീച്ചർ വന്നത്. അവരുടെ ഡെഡിക്കേഷൻ ആലോചിച്ച് നോക്കുക. പക്ഷെ ആകെ വന്നത് 9 പേരാണ്. അപ്പൊ എത്ര ഫ്ലോപ്പ് ആയെന്ന് നോക്കിയത്. ഇത്ര ദൂരം അവർ വളരെ സങ്കടത്തോടെ തിരിച്ചു പോയി രണ്ടുപേര്. അപ്പൊ ഇത് നല്ല പാർട്ടിസിപ്പേഷൻ, നല്ല ലീഡർഷിപ്പ്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു പഴമയുടെ ഒരു നന്മയാണ് കാണുന്നത്. പുതിയതാവുന്നതോടെ ഞങ്ങൾ നിരാശരാണ്. എന്റെ നിരാശ കഴിഞ്ഞിട്ട് കാരണം അത്രയേറെ മോശമായ രീതിയിലുള്ള മോശം തന്നെ ചെയ്തു. പ്രത്യേകിച്ച് പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് തമ്മിൽ വ്യത്യാസമുണ്ട് കുട്ടികളുടെ മനോഭാവങ്ങൾ തമ്മിൽ. അങ്ങനെ പിന്നെ ഞാനൊരു മിനിറ്റ് കൂടെ എടുക്കുള്ളൂ. ഞാനിവിടെ 2004 ഒരു ബാച്ചിൽ കോമേഴ്സിലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയി. ആ സമയത്ത് എനിക്ക് എപ്പോഴും കോമേഴ്സ് ഉണ്ടായിരുന്നത് പഠിപ്പിക്കാൻ വന്നത്. ഞാൻ ഇത് ചെറുതാണ് എന്നുള്ളതാണ് എന്നെ തുറന്നു പറയാം. അപ്പൊ എനിക്ക് ഇവിടെ ഇത് കേട്ടിട്ട് എനിക്ക് സന്തോഷമായി. അവിടെ ഞാനൊരു കോംപ്ലക്സ് ആണ് പറയുന്നത്. കാരണം കുട്ടികളെല്ലാവരും ഭയങ്കര ഉണപ്പായിരുന്നു ക്ലാസ്സിൽ. ഞാൻ ചോദിക്കുന്നു. ഒരു ദിവസം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ചിരി ക്ലാസ്സിലാണ്. ചിരി നിർത്തുന്നില്ല ചിരി പിള്ളേര്. അപ്പൊ എനിക്ക് ഞാൻ വലിയ എന്നെ കളിയാക്കി ചിരിക്കുന്നതായിരിക്കും ഞാൻ വിചാരിക്കും കോമേഴ്സ് ക്ലാസ്സിൽ. അപ്പൊ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബായി. ക്ലാസ് 10 മിനിറ്റ് നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വലിയൊരു മേട്ടാനെ പഠിപ്പിച്ചു ക്ലാസ്. അനിയനോട് സ്റ്റാഫ് ചിരിക്കുന്നത് കളിയൊക്കെ ചിരിക്കുന്നതാണ്. ഞാൻ പോലെ പറയുന്നത്. അപ്പൊ പറഞ്ഞൊരു കാര്യം, സാറ് ക്ലാസ് കൊട്ടേഷൻ ഉള്ളതാണ്. നമുക്ക് എക്കണോമിക്സ് പേരാണ്. അതിൽ എനിക്കറിയില്ല കൊട്ടേഷൻ ഉണ്ടല്ലോ. അതിലെത്തുന്നുള്ള എനിക്കറിയാം. അതിനെ ചിരിക്കുന്നത് ടീച്ചറമ്മ എന്തോ പറയുമ്പോഴേ. അപ്പോ ഞാൻ സാറ് അതിന് കൊട്ടേഷൻ എന്താ കുഴപ്പം ചോദിച്ചത്. കൊട്ടേഷൻ കൊടുക്കണം എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം സാറിന് അറിയില്ലേ ഇരിക്കാനും വാടാനും നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇട്ടത്.
അപ്പൊ സാറ് സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിച്ചാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിന് വേറെ അർത്ഥങ്ങളുണ്ട് സാറ്. അന്ന് ഞാനത് പഠിച്ചതിന്റെ മീനിങ് എന്താണ്, അതൊരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഒരുപാട് സ്നേഹമുള്ളവരാണ്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി. വലിയൊരു നല്ല ഒക്കേഷനായി മാറിയത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു മെമന്റോ നോക്കുക, ടീച്ചേഴ്സിന് ഏറ്റവും പറ്റിയത് ചോറ് അത് ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ്. ബ്ലാക്ക് ബോർഡും വൈറ്റ് ചോറും അതിന് പ്രത്യേകം നന്ദി. സ്കൂളിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. അതിന്റെ ശതാബ്ദിയുടെ സമാപന പരിപാടി ഏപ്രിൽ 5, 6 തീയതികളിലായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 5000 കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ പങ്കെടുപ്പിക്കുന്ന നടവരമ്പിന്റെ ഒരു ഉത്സവമായിട്ടാണ് നടക്കുന്നത്. അതിന് 17 സബ് കമ്മിറ്റികൾ ഓൾറെഡി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. 500ഓളം പേര് സംഘാടക സമിതിയിൽ തന്നെ വരുന്നുണ്ട്. അത്ര വലിയൊരു പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ എന്ന് പറഞ്ഞ എന്റെ പേരാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് അവര് കൂടുതൽ കാര്യമുള്ള ഒരാളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, 20-25 ലക്ഷം രൂപയൊക്കെ ചെലവ് ചെയ്യുന്ന വിപുലമായ പരിപാടിയാണ്. വിശദമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ സ്കൂളിന്റെ ഒരു സ്മരണിക അതോടനുബന്ധിച്ച് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രീ ബുക്കിംഗ് ഉണ്ട്. അപ്പൊ ഇന്ന് അതിന്റെ ഭാഗമായിട്ട് സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ആൾക്കാർ കയറി ഇറങ്ങി ഈ 500 രൂപ എന്ന് പറയുന്നത് കുട്ടിന് മാത്രമായിട്ടല്ല, ഈ പരിപാടിയോടുള്ള ഒരു നമ്മൾ എന്താ പറയാ, നമ്മളതിനോട് ഒന്ന് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് സ്കൂളിന്റെ സ്മരണിക വാങ്ങണം പരമാവധി കുട്ടികൾ. അത് പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. GP ആയിട്ടോ ക്യാഷ് ആയിട്ടോ 1 മാസം കഴിഞ്ഞോ പുസ്തകം നിങ്ങൾ പിന്നീട് പൈസ തന്നാൽ മതി. പക്ഷെ ആ കാര്യം പറയാൻ വേണ്ടി സംഘാടകർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ദിവസം നിങ്ങൾ എല്ലാവരും വരികയും കൂടെ വേണം. സനലും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സംഘാടക സമിതി വിളിച്ച ദിവസം. ഏപ്രിൽ 5, 6 തീയതികൾ നേരത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്ത അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിനു വേണ്ടി വരുന്ന കുറച്ച് പേരുണ്ട്. ഒരു പക്ഷേ ഗിന്നസ് റെക്കോർഡ്, ഒരു പക്ഷേ അതോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാര്യങ്ങളുടെ പോക്കനുസരിച്ചായിരിക്കും വേൾഡ് റെക്കോർഡ് എന്നുള്ള ഒരു കാര്യം പോലും ഉദ്ദേശിക്കുന്നുണ്ട്. കുറെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്യാം. അപ്പൊ ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികൾ പ്രീ ബുക്കിംഗ് എന്നുള്ളതിലൊന്ന് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എഴുതിക്കൊണ്ട് ഈ വലിയ പരിപാടിയോട് സഹകരിക്കണമെന്ന് ഏറ്റവും വിനയമായിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ ജനറൽ കൺവീനറും കൂടി ആക്കിയിട്ടുണ്ട്. ഈ സെക്ഷനിൽ കുറഞ്ഞാളുണ്ടായിരുന്നതാണ് വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന സാർ പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായിരിക്കുന്നു. 100-ൽ 100 മാർക്ക് ഫുൾ A+ ആണ് കേട്ടോ. സംഘാടനത്തിന്റെ എല്ലാത്തിലും ഓരോന്നായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. അവതാരിക ഗ്രാൻഡ് ആയിട്ട് അന്നത്തെ ക്ലാസ് ലീഡർ ആയിരുന്നു. അന്നത്തെ അതേ എന്താ പറയാ സ്മാർട്ട്നെസ്സും ഒക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതെ വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആക്ടായിട്ട് ഓരോന്ന് കഴിയുമ്പോഴും എല്ലാവരോടും നേരിട്ട് പറയുന്നില്ല, എല്ലാവരോടുള്ള ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്ന ഒരു പരാമർശം കൂടി ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഒരു ധനസമാഹരണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ ആവശ്യപ്പെട്ട ഒരു സോനിയറിൽ വെച്ചത്. അന്നേരം അതിനോട് പൂർണ്ണമായി സഹകരിച്ച ഒരു ബാച്ചാണിത്. അപ്പൊ ഞാൻ ഇന്ന് അവിടെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ശരിക്കും ഇന്ന് എനിക്ക് അവിടെ ഡ്യൂട്ടി ഇല്ല ആക്ച്വലി. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഗ്രൂപ്പിൽ ഇതിനോടൊപ്പം നിൽക്കണം. അപ്പൊ ഞാൻ പറയാനിരിക്കുന്ന അന്ന് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു ബാച്ചിന്റെ കൂട്ടായ്മയാണെന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ അയച്ച് ആഡ് ചെയ്തിട്ട് വന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ വ്യക്തിഗതൊന്നും മറക്കില്ല. ഓരോരുത്തരോടും ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. നന്ദി. ഇതൊക്കെ എനിക്ക് പറ്റുള്ളൂ. ആശുപത്രി തുടങ്ങിയില്ലേ? പിന്നെ നിൽക്കാനായിട്ട്
എല്ലാവരും ഉണ്ട്. ആ കിട്ടിയാവടാ ആസിബ ഉറക്കം വിളിച്ചാൽ മതി കേക്കട്ടെ. ഒരെണ്ണം ലോങ് അടുത്ത ആഴ്ച വരെയൊക്കെ വരും. ബാക്കി വരാൻ കൊണ്ടുപോയി നാളെ ആവശ്യമുള്ളതാണ്.
സൗമ്യേ ഞാൻ വന്നില്ലടി. കുറച്ച് പേരുണ്ടായുള്ളൂ. ഞാൻ കണ്ടു നിങ്ങളുടെ ഫോട്ടോ നീ അനിലൊക്കെ. ജിതേഷേ ഇരിക്കടാ. ഇല്ലടി നിന്നില്ലടി. നീ വിഷമിക്കണ്ട. ധൈര്യമായിട്ട് വെച്ചു. നിന്നെ കാണാനില്ല. തലയില്ല. സൗമ്യയുടെയും തലയുടെ തുമ്പോളോട്ടെ നീയും ഇല്ല കേട്ടാ. ജിതേഷ് കഴിക്കുന്നത് ശരിക്കും സിബിരെ കിട്ടുന്നത്. കഴിച്ചോ? മാറ്റു കൊച്ചേ. തല ഒരാൾ സൈൻ ചെയ്ത് ഞാൻ കാണട്ടെ. ആ അതന്നെ. ചെയ്തോ ചെയ്യ്. അതന്നെ. അതേ കളറിൽ തന്നെ ചെയ്യാനാ. മായൊന്നുമില്ല.